ആലപ്പുഴയിൽ കോളേജ് അധ്യാപകനെ വകവരുത്തുമെന്ന് KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി. അവിടെ നിർത്ത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ വാർത്ത സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന നമ്മുടെ റിപ്പോർട്ടറിലെ ഈ അവതാരിക തന്നെ അവതരിപ്പിച്ചതിൽ വളരെ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത്. എന്തുകൊണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അസലായിട്ട് കൃത്യമായിട്ട് ഒന്നുകിൽ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത കൃത്യമായിട്ട് തനിക്കുണ്ട് എന്ന് ചാനലിലൂടെ പ്രഖ്യാപിച്ച ഒരാളാണ് ഇവർ. കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ അന്നു മുതൽ പൂക്കാലമായിരിക്കും കേരളത്തിലുണ്ടായിരിക്കുക, കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരിക്കും സംഭവിക്കുക എന്നെല്ലാം ഇവര് ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലായിടത്തും ഒരു ഉണർവുണ്ടാവട്ടെ, എല്ലായിടത്തും ഗംഭീരമായിട്ട് ഉണർവുണ്ടാവട്ടെ. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ആകെ മുരടിച്ച് പണ്ടാടക്കി കെടുക്കായിരുന്നല്ലോ അല്ലേ? അപ്പൊ എന്താണ്, എല്ലായിടത്തും ഗംഭീരം ഉയർച്ച തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഉയർച്ചയുടെ വാർത്തയാണ് ഇന്ന് ഇവർ വായിക്കുന്നത്. നിങ്ങൾ കേൾക്കണം. ആലപ്പുഴയിൽ കോളേജ് അധ്യാപകനെ വകവരുത്തുമെന്ന് KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി. MSM കോളേജിലെ KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണിയാണ്. KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണിയാണ്. സ്വന്തം അധ്യാപകനെയാണ് തന്നെ ഞാൻ തീർത്ത് കളയുമെന്നാണ് ഭീഷണി. എങ്ങനെയുണ്ട്? പോരെ പൂരം. അതാണ് ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും അത് വായിച്ചല്ലോ. വിഭാഗം മേധാവിയും AKCPTA സംസ്ഥാന ഭാരവാഹിയുമായ KM അനിൽകുമാറിനാണ് മുഹമ്മദ് സുഹൈൽ വാട്സാപ്പിലൂടെ ഭീഷണി സന്ദേശം അയച്ചത്. ഹാജരില്ലാത്തതിനാൽ MSM കോളേജിൽ നിന്നും പുറത്താക്കിയതിന് വൈരാഗ്യമാണ് ഭീഷണിക്ക് കാരണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഹാജറില്ല. ഒരുപക്ഷെ ഇലക്ഷന് മറ്റു ഭാഗമായിട്ടായിരിക്കും ഹാജരൊക്കെ പോയിട്ടുണ്ടായിരിക്കുക. ആ ഹാജരില്ലാത്തതിന്റെ ഭാഗമായിട്ട് പരീക്ഷ എഴുതാനും മറ്റു സാധിക്കില്ലതിന്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ടപ്പോൾ ഉള്ള ഭീഷണിയാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ഭീഷണിയുടെ ഇടയ്ക്ക് ഒരു മനുഷ്യന്റെ പേര് പറയുന്നുണ്ട്. എനിക്കത് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. കേട്ടോ? എനിക്ക് ഉറക്കം. നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്നെ ഫറൂഖിനെ അൻവറിനെ. എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി ആയിരിക്കും കേരളത്തിന്റെ. നീ എഴുതി വെച്ചോ. പിന്നെ എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും കേരളത്തിന്റെ. ഇമാതിരി കുർത്തക്കേട് കളിക്കുന്ന ചെക്കന്മാർക്ക് വേണ്ടി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പണി. അല്ല, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. ഇമാതിരി തെണ്ടിത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊട പിടിക്കലാണ് മുഖ്യമന്ത്രിയുടെ പണി. ഇവൻ എന്ത് കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത് എനിക്ക് വേണ്ടി വിളിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. ഇവന്റെ ഒക്കെ കയ്യിലാണോ ഇവിടുത്തെ VD സതീശൻ അടക്കമുള്ള ആളുകൾ? അല്ലെങ്കിൽ ഇത്തരം വർത്തമാനം പറയുന്ന പിള്ളേരെ കയ്യിലാണോ VD സതീശനൊക്കെ? ഇത്തരം ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? കേൾക്കുന്നേ. എന്തോ കാണിക്കണമെന്ന് എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. അത് ഞാൻ കാണിച്ചും തരും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ സർക്കാർ വന്നാൽ എന്തുമാകാമെന്നുള്ള ഭീഷണിയാണോ ഇപ്പോൾ ഈ KSU പ്രവർത്തന ഭാഗത്ത് വന്നിരിക്കുന്നത്? KSU ജില്ലാ സെക്രട്ടറി ശ്രുതി, അതേ രീതി. അതെ ശ്രുതി, KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ മുഹമ്മദ് സുഹൈൽ. നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്തുവാകാമെന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് സ്മൃതി ചോദിച്ചത്. ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് കുരുത്തക്കേട് നടത്താമെന്നാണോ ഇവിടുത്തെ ഇവിടുത്തെ പിള്ളേരൊക്കെ KSU പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? എന്തായാലും അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് സ്മൃതി എത്തിയല്ലോ. ഇവിടെ എത്തി, അതായത് MSM കോളേജിൽ അതിക്രമിച്ച് കയറി അവിടെ അറബിക് വിഭാഗത്തിന്റെ മുൻപിൽ കോൺഗ്രസിന്റെയും KSUവിന്റെ കൊടി നാട്ടി അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ശേഷമാണ് അധ്യാപകൻ KM അനിൽകുമാർ, അദ്ദേഹം AKCPTA ഇടതനുകൂല അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. അദ്ദേഹത്തിന്റെ അതാണ് പ്രശ്നം. ഈ അധ്യാപകൻ ഏതൊരു ഇടത് സംഘടനയുടെ ആളാണ്. അപ്പൊ പിന്നെ വലത് സംഘടനകൾക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പേഴ്സണലി ആയിട്ടുള്ള സംഗതിയായിട്ട് എന്താണ് ഈ ആളുകൾ എടുക്കുന്നത്? ഇപ്പൊ തന്നെ ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ വീഡിയോക്ക് തരാം എന്നെ പേഴ്സണലി ചീത്ത പറയാനും ഭീഷണിപ്പെടുത്താനും ആളുകളൊക്കെ ശ്രമിക്കുന്നത്. ആശയങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. നമ്മുടെ ഒരു ആശയമാണ് പറയുന്നത്. അത് എന്റെ രഞ്ജത്തേക്ക് കയറാനുള്ള സാധനമല്ല. എന്റെ ആശയത്തെ നിങ്ങൾക്ക് എതിർക്കൂ. ആശയം കൊണ്ട് എതിർക്കണം, അല്ലാതെ ആയുധം കൊണ്ടല്ല, കയ്യൂക്കൊണ്ടല്ല. ഞാനൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് എതിർപ്പുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എവിടെ ആരോട് പറയാം. ഇത്തരത്തിൽ വകവരുത്തും, നശിപ്പിക്കും, അതിനുശേഷം ഉറക്കമുള്ളൂ എന്ന തരത്തിലുള്ള ഒരു വാട്സാപ്പ് ഓഡിയോ അയച്ചത് കോളേജിലെ തന്നെ സഹാധ്യാപകരായിട്ടുള്ള ഫറൂഖ്, ഒപ്പം തന്നെ അൻവർ എന്നിവരെയും നശിപ്പിക്കുന്ന രീതിയിലാണ്
ഇയാൾ ഈ രീതിയിൽ അവർക്ക് മെസ്സേജ് അയച്ചത്. എന്താണെങ്കിലും അത് കോളേജ് പ്രിൻസിപ്പൽക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ഈ കോളേജിലെ വിദ്യാർത്ഥി കൂടിയായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് സുഹൈൽ ഹാജരില്ലാത്തതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പിന്നീട് കോളേജിൽ അപേക്ഷ ഹാജർ നിലവാരം ഉയർത്താൻ വേണ്ടി വീണ്ടും കോളേജിൽ കയറാം എന്ന രീതിയിലേക്ക് അപേക്ഷ നൽകിയെങ്കിലും കോളേജ് ആ അനുമതി അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചിരുന്നത്. പിന്നെ കേരള സർവകലാശാലയിൽ ആ പരാതി എത്തി. കേരള സർവകലാശാല കോളേജിന് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ള അനുമതി കൊടുത്തു. പക്ഷെ അപ്പൊ എന്തോ ഒരു ചില്ലറ കുരുത്തക്കേടുകളാണ് പയ്യൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഹാജരൊന്നുമില്ല. അവസാനം പിന്നെ എന്തൊക്കെ ശ്രമിച്ചു. അവസാനം കേരള സർവകലാശാല അടക്കം ഇടപെട്ടിരിക്കുകയാണ്. കോളേജിന് തീരുമാനമെടുക്കാമെന്നാണ്. അപ്പൊ കോളേജ് തീരുമാനമെടുത്തല്ല അവൻ കയറേണ്ടതെന്നായിരിക്കും. ചിലപ്പോൾ അമ്മാതിരി കുരുത്തക്കേടായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്കൊന്നും പേഴ്സണലൊന്നും പരിചയമില്ല. എന്തൊക്കെയായാലും ഒരു ഭീഷണിയുടെ അവസാനമായിട്ട് ഒരു ഇവിടെ കോൺഗ്രസ്സുകാർ കയറി എന്ന് വെച്ചിട്ട് ഇനി എന്നെ വിളിക്കാൻ പോകുന്നത് VD സതീശനായിരിക്കുമടാ, നമുക്ക് കാണാമടാ എന്നൊക്കെയുള്ള ഇത്തരം ഭീഷണികളൊക്കെ എന്തോരം ശരിയാണ്. ഇവരിങ്ങനെ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അധികാരത്തിൽ കയറിയിട്ടില്ല. ഇപ്പം തന്നെ മുഖ്യമന്ത്രി ആരാവെന്ന് പറയുന്ന തല്ല് തന്നെ തീർന്നിട്ടില്ല. അതൊന്ന് കയറിയിട്ട് വേണം അതൊക്കെ ഒന്ന് ചർച്ചയാവാൻ. അപ്പോഴേക്കും ഇവിടെ എന്നെ മുഖ്യമന്ത്രി വിളിക്കുമടാ എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എന്തു ചെയ്യും? ഞാൻ നിർത്തി. ബൈ.